ഹായ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിസാം മൂന്നിയൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ലോക ചരിത്രത്തിലെ ഒരു ടോപ്പിക്കാണ് ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മൾ റഷ്യൻ വിപ്ലവം പഠിച്ചു, അമേരിക്കൻ വിപ്ലവം പഠിച്ചു, ഇനി ഫ്രഞ്ച് വിപ്ലവം പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ചൊരു കഥ പോലെ കേട്ടിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഇത് എത്രത്തോളം പഠിച്ചെന്ന് വിലയിരുത്താനുള്ള നമ്മളൊരു എക്സാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. അപ്പം ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ഒരു ഫാക്റ്റ് ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. 1664 സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനായി നടന്ന സമരങ്ങൾ അറിയപ്പെടുന്നത് വിപ്ലവങ്ങളാണ്. ഓക്കെ, കോൾ ബർട്ടിൻ്റെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരുടെ മേൽനോട്ടത്തിലാണ് സ്ഥാപിതമായത്? കോൾ ബർട്ടിൻ്റെതാണ്. ഇത് ജസ്റ്റ് നമ്മളൊരു ഇന്ത്യയായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ വിപ്ലവത്തിലേക്ക് കടക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, 1789, 1789. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഏത് നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ടിലാണ് ഏത് വിപ്ലവം നടക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവം എന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കൻ വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം, കാരണം അമേരിക്കൻ വിപ്ലവം നടന്നത് എന്നാണ് ഞാൻ പറഞ്ഞു, 1776 അല്ലേ. ഇതെന്നാ നടക്കുന്നത് 1789. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം അമേരിക്കൻ വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. അത് മാതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യും. ഇപ്പം പാർലമെൻറ്റുകളുടെ മാതാവ് ഏതാണ്? ഇംഗ്ലണ്ടിൻ്റെ പാർലമെൻറ്റാണ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് ഏതാണ്? തുളസിയാണ് അല്ലേ. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. തൂലിക പടവാളാക്കിയ വിപ്ലവം എന്താണ്? തൂലിക പടവാളാക്കിയ വിപ്ലവം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. തൂലിക പടവാളാക്കിയ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. മറ്റൊന്ന്, രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രസ്താവിച്ച വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. രാജ്യമെന്നാൽ ജനങ്ങളല്ല, രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തിലെ ജനങ്ങളാണ് എന്ന് പ്രസ്താവിച്ച വിപ്ലവം എന്ന് ചോദിച്ചാലും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഈ ഫ്രഞ്ച് വിപ്ലവം എന്തിന് എതിരെയായിരുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് രാജാധികാരം, രാജാവിനെതിരെ; മറ്റൊന്ന് കത്തോലിക്ക സഭയുടെ പ്രത്യേക അവകാശങ്ങൾക്കെതിരെ; ഉപരിവർഗത്തിൻ്റെ മാഠമ്പിത്തത്തിനെതിരെയുള്ള ഒരു മോചനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഒന്ന് രാജാധികാരത്തിനെതിരെ, മറ്റൊന്ന് കത്തോലിക്ക സഭയുടെ പ്രത്യേക അധികാരത്തിനെതിരെ, അതുപോലെ ഉപരിവർഗത്തിൻ്റെ മാഠമ്പിത്തത്തിനെതിരെ. അഥവാ ഇവിടെ ഫ്രാൻസിലുള്ള ജനങ്ങളെ പ്രധാനമായിട്ടും 3 തട്ടുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഉപരിവർഗത്തിന്, മുകളിലുള്ള വർഗത്തിൻ്റെ മാഠമ്പിത്തം, കത്തോലിക്ക വർഗത്തിൻ്റെ പ്രത്യേക അധികാരം, രാജാധികാരം, ഇതിനെതിരെയൊക്കെ ആയിരുന്നു ഇവരുടെ വിപ്ലവം എന്നുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ 2-3 കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? ബൂർബൻ രാജവംശമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? റോമനോവ് രാജവംശമാണ്. ചൈനീസ് വിപ്ലവം നടക്കുന്ന സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശം മഞ്ചു രാജവംശമാണ്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? ബൂർബൻ രാജവംശമാണ്. 1700-ന്റെ തുടക്കത്തിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന ബൂർബൻ രാജവംശത്തിലെ ചക്രവർത്തി, 1700-ന്റെ തുടക്കത്തിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന ബൂർബൻ രാജവംശത്തിലെ ചക്രവർത്തി ആരാണ്? ലൂയി 14 ആരാണ്? ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14. യൂറോപ്പിലെ ഗ്രാൻഡ് മൊണാർക്ക് എന്നറിയപ്പെടുന്നതും ആരാണ്? ലൂയി 14.
ലൂയി 14 കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, 1800 തുടക്കത്തിൽ ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതും ലൂയി 14. ഞാനാണ് നിയമം എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ലൂയി 14 ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. യൂറോപ്പിലെ ഗ്രാൻഡ് മൊണാർക്കി എന്നറിയപ്പെടുന്നതും ആരാണ്? ലൂയി 14. 1715 മുതൽ 1774 വരെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ബോർബൻ രാജാവ് ആരാണ്? 1715 മുതൽ 1774, എത്ര വർഷമാണ് അവർ ഭരിച്ചത് നോക്കൂ. 1715 മുതൽ 1774 വരെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ബോർബൻ രാജവംശത്തിലെ ചക്രവർത്തി ലൂയി 15 അവർ പറഞ്ഞത് എനിക്ക് ശേഷം പ്രളയം, കാരണം അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി എന്തായാലും എനിക്ക് ശേഷം പ്രളയമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 ആരാണ്? ലൂയി 15 മറ്റൊന്നാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്നൊരു യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 1756 മുതൽ 63 വരെ ഇതിൽ ഫ്രാൻസ് പരാജയപ്പെട്ടു, തുടർന്ന് ആയുധങ്ങൾ നൽകി അമേരിക്കയെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ സപ്തവത്സര യുദ്ധം നടക്കുമ്പോൾ ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ്? ലൂയി 15 1756 മുതൽ 63 വരെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ് യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഫ്രാൻസ് പരാജയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 16 ആരാണ്? ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയി 16 ലൂയി 16. ഫ്രഞ്ച് വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ട ഫ്രാൻസിലെ ചക്രവർത്തി, ഫ്രഞ്ച് വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ട ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ്? ലൂയി 16 ഫ്രഞ്ച് വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ട ഫ്രാൻസിലെ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാലും പറയണം ലൂയി 16 ഈ ലൂയി 16 ഒരു ഭാര്യയാണ് മേരി അന്റോണിയോനെറ്റ്. സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന വിശേഷണമുള്ള വനിത ആരാണെന്ന് ചോദിച്ചാൽ മേരി അന്റോണിയോനെറ്റ് ആണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടതും മേരി അന്റോണിയോനെറ്റ് ആണ്. അഥവാ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിലെ ജനങ്ങൾ വളരെ ദരിദ്രം, ഭക്ഷ്യക്ഷാമ രൂക്ഷമായപ്പോൾ കൊട്ടാരത്തിന് മുന്നിൽ റൊട്ടി തരൂ എന്ന് സമരം ചെയ്യുമ്പോൾ ഇവൾ പറയുകയാണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടാ. അഥവാ ഇവളുടെ തീന്മേശയിൽ കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇവൾ വിചാരിക്കുകയാണ് എല്ലാവരുടെയും തീന്മേശയിൽ കേക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടാ. അതുകൊണ്ടാണ് ഇവൾ പറയുന്നത് സുന്ദരിയാണ് പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന് പറഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ വിശേഷണം ആർക്കാണ്? മേരി അന്റോണിയോനെറ്റ്. ഇവർ പറഞ്ഞതാണ് റൊട്ടിയില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോണിയോനെറ്റ് ആണ്. ഡയമണ്ട് നെക്ലേസ് വിവാദം അല്ലെങ്കിൽ വൈദൂരമാല വിവാദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും മേരി അന്റോണിയോനെറ്റ് ആണ്. ഇവളെന്നെ ഇവരുടെ മാല എന്ത് ചെയ്തു? എടുത്തു വെച്ചിട്ട് അത് കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവളെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു ചരിത്രം ഉണ്ടാതില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇനി ഈ ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയണം 3 എസ്റ്റേറ്റുകളാണ്. അപ്പം ഫ്രഞ്ചിലുള്ള ഈ സമൂഹത്തെ 3 തട്ടുകളാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ്. ഈ 1-ാം എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് പെടുന്നത്? പുരോഹിതന്മാരാണ്. അഥവാ രാജാവിൻ്റെ തൊട്ടതായ ആര് വരുന്നു? പുരോഹിതന്മാർ വരുന്നു. അപ്പം ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളൊക്കെ നിയന്ത്രിച്ചതും ഇവർ തന്നെയാണ്, ഈ പുരോഹിതന്മാരാണ്. ഇനി 2-ാം എസ്റ്റേറ്റിൽ വരുന്നത് പ്രഭുക്കന്മാരാണ്. അഥവാ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ച് ആഡംബര ജീവിതം നയിച്ച് സൈനിക സേവനം നടത്തുന്നതാണ് ആര്? 2-ാം എസ്റ്റേറ്റ്. അപ്പോൾ പ്രഭുക്കന്മാരാണ് 2-ാം എസ്റ്റേറ്റിൽ. 3-ാം എസ്റ്റേറ്റ് സാധാരണ ജനങ്ങൾ. ഇതിൽ വിദ്യാസമ്പന്നർ, കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഉൾപ്പെടുന്നതും ഏതിലാണ്? 3-ാം എസ്റ്റേറ്റിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റുകളാണ്. 1, 2, 3. 1-ാമത്തേതിൽ പുരോഹിതന്മാർ, 2-ാമത്തേതിൽ പ്രഭുക്കന്മാർ, 3-ാമത്തേതിൽ സാധാരണക്കാർ. സോ 3-ാമത്തേതിൽ കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ട് 3-ാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്ന പേരാണ് കോമൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിൽ അറിയപ്പെടുന്നു? കോമൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഈ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം എന്തായിരുന്നു? അവിടെ ഏകാധിപത്യ ഭരണ സംവിധാനമാണ്. ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ഏകൻ, രാജാവ് പറയുന്ന പോലെയായിരുന്നു. പ്രഭുക്കന്മാരും അതുപോലെ പുരോഹിതന്മാരും പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി കൊടുക്കും. ഈ അസമത്വം നിലനിന്നിരുന്ന രാജ്യം. അഥവാ പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അസമത്വം നിലനിന്നിരുന്ന രാജ്യം. പ്രഭുക്കന്മാർ എന്ത് ചെയ്യുക? പൊരുതുക, പുരോഹിതന്മാർ പ്രാർത്ഥിക്കുക, ജനങ്ങൾ നികുതി അടക്കുക. ഇങ്ങനെ ഒരു അസമത്വം നിലനിന്നിരുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്.
ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവാനുള്ള കാരണം എന്താണ്? ഒന്ന്, വരൾച്ചയും കൃഷിനാശവും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സൈന്യവും സാമ്പത്തിക സഹായവും നൽകിയത്. കേന്ദ്രീകൃതമായ ഭരണപ്രക്രിയ നടപ്പിലാക്കാനുള്ള രാജാവിൻ്റെ കഴിവുകേട്. പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ എന്നിവരുടെ ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങളും. ഇതൊക്കെയാണ് ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് രൂക്ഷമാവാനുള്ള കാരണങ്ങൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കൂ കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ. ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി, ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തത്, ഈ പുരോഹിതന്മാരുടെ ഭൂമിയിൽ ഇവിടെ നികുതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. നികുതി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങളെല്ലാവരും നികുതി കൊടുക്കണം. കൂടുതൽ പണമുള്ള ആൾക്കാരാണ് കൂടുതൽ നികുതി കൊടുക്കേണ്ടത്, ഇപ്പം ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കണം. പക്ഷേ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് മൂന്നാം എസ്റ്റേറ്റ് മാത്രമേ എന്ത് ചെയ്താൽ മതി? നികുതി കൊടുത്താൽ മതി. ഒന്നാം എസ്റ്റേറ്റും അഥവാ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്ത് ചെയ്യേണ്ട? നികുതി കൊടുക്കേണ്ട, ഇങ്ങനൊരു സിസ്റ്റമാണ്. അപ്പോൾ പുരോഹിതന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർ പുരോഹിതന്മാർക്ക് നൽകുന്ന നികുതിയാണ്. അഥവാ ആരാണ് നികുതി? ഈ സാധാരണ ജനങ്ങൾ പുരോഹിതന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന നികുതിയാണ് തിദേ എന്ന് പറയും. തിദേ. ഫ്രാൻസിലെ രാജാവിന് സാധാരണക്കാർ നൽകിയിരുന്ന നികുതിയാണ് തൈൽ എന്ന് പറയും. ഏതാണ്? തൈൽ. അപ്പോൾ രണ്ട് നികുതിയാണ്, ഒന്ന് തിദേ, മറ്റൊന്ന് തൈൽ. തൈലാണ് ആർക്ക്? രാജാവിന്. തൈൽ തലേ, തലൈവർ. തലൈവർ എന്ന് പറഞ്ഞാൽ രാജാവ് അല്ലെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ തലേ തൈൽ ആർക്കാണ്? രാജാവിനാണ്. ഓക്കെ. ഫ്രാൻസിൽ ഈ രണ്ട് നികുതിയും കൊടുക്കുന്നത് ആര് തന്നെയാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റ്, സാധാരണ ജനങ്ങളാണ്. മറ്റൊന്ന്, ഫ്രാൻസിൽ 1790 വരെ ഒപ്പിമാർ ഈടാക്കിയിരുന്ന നികുതി മറ്റൊരു നികുതിയാണ്. 1790 വരെ ഒപ്പിമേൽ ഈടാക്കിയിരുന്ന നികുതിയാണ് ഖബെല്ലെ എന്ന് പറയും. ഏതാണ്? ഖബെല്ലെ. പ്രധാനമായിട്ടും 3 നികുതിയാണ്: തിദേ, തൈൽ, ഖബെല്ലെ. ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ സാധാരണക്കാരുടെ മേലിൽ വീണ്ടും നികുതി ചുമത്താൻ ലൂയി 16 പാർലമെന്റ് വിളിച്ചുകൂട്ടി 1789. അഥവാ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1614 വിളിച്ചുകൂട്ടിയ പാർലമെന്റ് പിന്നെ വിളിച്ചു കൂട്ടുന്നത് 1789. എത്ര വർഷത്തിന് ശേഷമാണ്? അതും എന്താണ്? നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വിളിച്ചു കൂട്ടിയത്. ഇവിടെയാണ് ഈ വിപ്ലവത്തിൻ്റെ ആരംഭമൊക്കെ വരുന്നത്. അങ്ങനെ വിപ്ലവ സമയത്ത് ഫ്രഞ്ച് പാർലമെന്റ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ എന്ത് ചെയ്തു? പാർലമെന്റ് വിളിച്ചുകൂട്ടി. അപ്പോൾ വിളിച്ചുകൂട്ടിയ സമയത്ത് ഈ പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേര് എസ്റ്റേറ്റ് ജനറൽ എന്നാണ്. നമ്മൾ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, എസ്റ്റേറ്റ് ജനറൽ ആണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിൽ അധികാര കേന്ദ്രമായിരുന്നത് ഓക്കെ നമ്മൾ ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ അത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അഥവാ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് പാർലമെൻറ്റിൻ്റെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി. അപ്പം ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വോട്ടെടുപ്പ് വേണം. അപ്പോൾ നോർമലി ഇപ്പോൾ ഏതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 10 പേർക്ക് ഒരു വോട്ടാണെങ്കിൽ 20 പേർക്ക് 2 വോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ 3 എസ്റ്റേറ്റ് ഉണ്ട്, 1, 2, 3. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ്. അപ്പോൾ സാധാരണക്കാരിൽ ഒരു 1000 പേരുണ്ടെന്ന് വിചാരിക്കാം. 100 പേർക്ക് ഒരു വോട്ട്. അപ്പോൾ ഇവർക്ക് 10 വോട്ട് വേണം. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ 500 പേരാണെന്ന് വിചാരിക്കാം, അവർക്ക് 5 വോട്ട്. പുരോഹിതന്മാർ 100 പേരാണ്, അവർക്ക് 1 വോട്ട്. ഇതാണല്ലോ ഒരു ജനാധിപത്യം. പക്ഷെ അവിടെ പറയുന്നത് എല്ലാ എസ്റ്റേറ്റിനും 1 വോട്ട്. ഇപ്പോൾ തേർഡാണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ഒന്നായാലും 1 വോട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ രാജാവിനെ കാത്തിരുന്നു. രാജാവ് എന്താണ് പറഞ്ഞത്? പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മൂന്നാമത്തെ എസ്റ്റേറ്റ് പാർലമെൻറ്റിന് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്യാണ്? അവിടുന്ന് ഇറങ്ങാണ്. എന്നിട്ട് പാർലമെൻറ്റിൻ്റെ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്യാണ്? ഇവർ സമ്മേളിക്കുകയാണ്. അങ്ങനെ ഫ്രാൻസിനൊരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് ഇവരെന്ത് ചെയ്യാണ്? പ്രതിജ്ഞ ചെയ്യുകയാണ്. അഥവാ പാർലമെൻറ്റിൽ ഇങ്ങനെ വിഷയം വന്നു, ഇവർ മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ത് ചെയ്യുകയാണ്? പുറത്തു വരികയാണ്. ഇതിൻ്റെ കൂടെ രണ്ടാമത്തെ സ്റ്റേറ്റ് കുറച്ച് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പുറത്തു വന്നിട്ട് ഒരു ടെന്നീസ് കോർട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവർ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇനി ഫ്രാൻസിനൊരു ഭരണഘടന തയ്യാറായതിന് ശേഷം മാത്രമേ ഞങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് എന്ത് ചെയ്യുകയാണ്? അവർ പ്രതിജ്ഞ എടുക്കുകയാണ്. ഈ പ്രതിജ്ഞ അറിയപ്പെടുന്ന പേരാണ്
ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാണ് ഇത് നടക്കുന്നത്? 1789 ജൂൺ 20-നാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. എന്നാണ് ടെന്നീസ് കോർട്ട് വിപ്ലവം നടക്കുന്നത്? 1789 ജൂൺ 20-നാണ്. ഇനി 3 എസ്റ്റേറ്റുകളിലായും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തരണം എന്ന് വാദിച്ചത് 3-ാം എസ്റ്റേറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി 1789 ജൂലൈ 14-ന്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 1789 ജൂലൈ 14-ന് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ എന്ത് ചെയ്യാണ്? തകർക്കുകയാണ്. ഈ സംഭവത്തെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. അഥവാ ഇവർ ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്യാണ്? പ്രതിജ്ഞ എടുക്കുകയാണ്. പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് ഇവരെന്താണ് ഇവരുടെ ആവശ്യം? ഇനി ഫ്രാൻസിനൊരു ഭരണഘടന കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വിപ്ലവം പിരിഞ്ഞു പോവുകയുള്ളൂ. 1789 ജൂൺ 20-നാണ്. അങ്ങനെ ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഈ സമയത്ത് ഈ ബൂർബൻ രാജവാഴ്ചയുടെ ഒരു പ്രതീകമായിരുന്നു ഈ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. വിപ്ലവം നടത്തുന്നവരൊക്കെ എന്ത് ചെയ്യാണ്? ഈ ബാസ്റ്റിൽ ജയിലിട്ട് പൂട്ടുകയാണ് അന്ന് ചെയ്തത്. അങ്ങനെ ഈ 1789 ജൂലൈ 14-ന് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ ജനങ്ങളൊക്കെ കൂടിയിട്ട് ഈ ബാസ്റ്റിൽ ജയിൽ എന്ത് ചെയ്യാണ്? തകർക്കുകയാണ്. 1789 ജൂലൈ 14-ന്. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഫ്രഞ്ചിൻ്റെ ദേശീയ ദിനം എന്ന് ചോദിച്ചാലും ജൂലൈ 14-ആണ്. ഫ്രഞ്ച് ഭാഷാ ദിനം എന്ന് ചോദിച്ചാൽ പറയണം മാർച്ച് 20-ആണ് കേട്ടോ. മാർച്ച് 20 സന്തോഷ ദിനമാണ്, അങ്ങാടിക്കുരുവി ദിനമാണ്, ഉറക്ക ദിനമാണ്. ഇതൊക്കെ മാർച്ച് 20-ആണ്. ഓക്കെ. അങ്ങനെ 1789 ഓഗസ്റ്റ് 12-ന് എന്ത് ചെയ്യുകയാണ്? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുകയാണ്. അങ്ങനെ 1789 ഓഗസ്റ്റ് 12-ന് ദേശീയ അസംബ്ലി ഫ്രാൻസിൽ എന്ത് ചെയ്യാണ്? ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുകയാണ്. അങ്ങനെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂസോയുടേതാണ്. നമ്മൾ എല്ലാ വിപ്ലവ സമയത്തും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ആരുടെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ കൂടുതൽ പ്രേരകമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂസോയുടേതാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോയാണ്. ആരാണ്? റൂസോയാണ്. അപ്പം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോയാണ്. 1789 ഒക്ടോബറിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രഖ്യാപനം നടത്തിയിരുന്നു. വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ സമയത്താണ് നമ്മൾ മേരി ആന്റോണിയോനെറ്റ് പറഞ്ഞൊരു ഡയലോഗില്ലേ, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടാ. അപ്പോൾ നിങ്ങളിവിടെ ഓർക്കേണ്ടത് 1789 ഒക്ടോബറിലാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി ഏത് കൊട്ടാരത്തിലേക്ക്? വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത്. പിന്നെ 1792 സെപ്റ്റംബറിൽ വിപ്ലവ വിരുദ്ധരും പ്രഭുക്കന്മാരെയും കൊന്നടക്കിയ സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. ഇത് 1792 സമയത്ത് ഈ വിപ്ലവത്തെ എതിർക്കുന്ന പ്രധാനപ്പെട്ടത് ആരൊക്കെ ആയിരിക്കും? വിപ്ലവ വിരുദ്ധര്, പ്രഭുക്കന്മാർ, ഇവരൊക്കെ എന്ത് ചെയ്യണം? ഒത്തിരി പേര് അന്ന് കൊന്നടക്കുകയാണ്. ഈ സംഭവമാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സെപ്റ്റംബർ 1792 സെപ്റ്റംബർ. ഈ സെപ്റ്റംബർ കൂട്ടക്കൊല എന്നൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. നടക്കുന്നത് 1792. എന്താണ് സെപ്റ്റംബർ കൂട്ടക്കൊല? 1792 സെപ്റ്റംബറിൽ വിപ്ലവ വിരുദ്ധരെയും പ്രഭുക്കന്മാരെയും കൊന്നടക്കിയ സംഭവമാണ്. അങ്ങനെ പുതുതായിട്ട് രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കൺവെൻഷൻ ഫ്രാൻസിനെ എന്ത് ചെയ്യാണ്? ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. 1792 92 സെപ്റ്റംബറിൽ ഫ്രാൻസിനെ എന്ത് ചെയ്യാണ്? ഒരു റിപ്പബ്ലിക് ആയിട്ട് എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഇനി നിയന്ത്രിക്കാനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. റിപ്പബ്ലിക്കായി ഇനി ഫ്രാൻസിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഈ കമ്മിറ്റി രൂപീകരിച്ച വർഷം എന്നാണ്? 1793 എന്നാണ്? 1793. ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത്, അഥവാ പൊതു സുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? റോബിസ്പിയർ ആണ്. ആരാണ്? റോബിസ്പിയർ ആണ്.
ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയിൽ നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ്. എന്നാൽ മറ്റ് 2 അംഗങ്ങളാണ്. ഒന്ന് മിറാബോ, മറ്റൊന്ന് ഡാൻഡൻ. ആരൊക്കെയാണ്? മിറാബോ, ഡാൻഡൻ. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ്. ഇവിടെ രാജവാഴ്ചയൊന്നും വേണ്ട, റിപ്പബ്ലിക്കാണ് വേണ്ടത് എന്ന് നിലകൊണ്ട പ്രസ്ഥാനമാണ് ജാക്കോബിൻ എന്ന് പറയും. ഈ ജാക്കോബിൻ ക്ലബിൻ്റെ നേതാവും ആര് തന്നെയാണ്? റോബിസ്പിയർ ആണ്. ഇനി ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചൊരു ആയുധമാണ് ഗില്ലറ്റിൻ എന്ന് പറയും. ഈ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞാൽ ഇവരെ വധിക്കുന്ന സമയത്ത് ഇങ്ങനെ തല വെട്ടുന്നൊരു ആയുധമാണ്. ഇതിനാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ, ഗില്ലറ്റിൻ. ഈ ഗില്ലറ്റിൻ ഇരയായ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ലൂയി 16, മേരി അന്റോണിയോനെറ്റ്, ലാവോസിയാർ. ആരൊക്കെയാണ്? ലൂയി 16, മേരി അന്റോണിയോനെറ്റ്, ലാവോസിയാർ. ഈ വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ആര്? ലാവോസിയാർ. ലൂയി 16 കുടുംബത്തെയും വധിക്കപ്പെട്ട വർഷം 1792. ഗില്ലറ്റിനിരയായി വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റി നേതാവാണ് റോബിസ്പിയർ. അവസാനം റോബിസ്പിയറേയും എന്ത് ചെയ്തു? ഗില്ലറ്റിനിരയാക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 പേരാണ്: ലൂയി 16, മേരി അന്റോണിയോനെറ്റ്, ലാവോസിയർ, റോബിസ്പിയർ കേട്ടോ. 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെടുന്നത് ഭീകരവാഴ്ച എന്നായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ഇനിയാണ് നമ്മുടെ ആൾ വരുന്നത്. ആര്? നെപ്പോളിയൻ വരുന്നത്. ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുത്തത്? 1799. ഇവരൊരു സൈനികനായിരുന്നു. അങ്ങനെ 1799 ഫ്രാൻസിൻ്റെ ഭരണം ആര് പിടിച്ചെടുക്കുകയാണ്? നെപ്പോളിയൻ പിടിച്ചെടുക്കുകയാണ്. ഈ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയാകുന്നത് 1804. എവിടെ വെച്ചാണ് ഇവർ സ്ഥാനമേൽക്കുന്നത്? നേത്രാദാം കത്തീഡ്രൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്? ചക്രവർത്തിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. അങ്ങനെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ ഫ്രാൻസ് കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇന്നോവേറ്റീവായ പരിഷ്കാരങ്ങളൊക്കെ നെപ്പോളിയൻ കൊണ്ടുവരികയാണ്. ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്ന രീതിയിൽ കോണ്ടിനെൻ്റൽ നയം കൊണ്ടുവരികയാണ്. അഥവാ ഇംഗ്ലണ്ടിനെതിരായി നെപ്പോളിയൻ ആരംഭിച്ചൊരു വാണിജ്യ നയമാണ് കോണ്ടിനെൻ്റൽ നയം. എന്താണ് കോണ്ടിനെൻ്റൽ നയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അഥവാ ഈ നയം നടപ്പിലാക്കാൻ വേണ്ടി നെപ്പോളിയൻ, അഥവാ ഈ ഫ്രാൻസിൽ പണം വരണമെങ്കിൽ ഫ്രാൻസിൽ പണം കുറവാണ്. അപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? പണം വരണം. അപ്പം അയൽ രാജ്യങ്ങൾ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി അയൽ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ അയക്കുന്ന രാജ്യങ്ങളും അയൽ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ആക്രമിക്കുകയാണ് നെപ്പോളിയൻ. അങ്ങനെ ആക്രമിച്ച രാജ്യങ്ങളാണ് ഹോളണ്ട്, സ്പെയിന്, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലി. അപ്പം കോണ്ടിനെൻ്റൽ നയം നടപ്പിലാക്കാൻ വേണ്ടി നെപ്പോളിയൻ ഏതൊക്കെ അയൽ രാജ്യങ്ങൾ ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ ഹോളണ്ട്, സ്പെയിന്, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലിയാണ്. നെപ്പോളിയൻ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തു. ഒത്തിരി യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും 2 യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുകയാണ്. ഒന്ന് ട്രഫാൾഗർ യുദ്ധം 1805 ട്രഫാൾഗർ യുദ്ധത്തിലും, ദെൻ 1815 വാട്ടർലൂ യുദ്ധത്തിലും നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ഈ ട്രഫാൾഗർ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാധിപൻ ആരാണ്? നെൽസൺ ആണ്. ആരാണ്? നെൽസൺ ആണ്. 1805 ട്രഫാൾഗർ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് നെൽസൺ ആണ്. ദെൻ വാട്ടർലൂ യുദ്ധം 1815. വാട്ടർലൂ ഏത് രാജ്യത്താണ്? ബെൽജിയത്തിലാണ്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആർതർ വെല്ലസ്ലിയാണ്. ഈ ആർതർ വെല്ലസ്ലിയാണ് പഴശ്ശിരാജയെയും ടിപ്പു സുൽത്താനെയും ഒക്കെ പരാജയപ്പെടുത്തിയത്. ആർതർ വെല്ലസ്ലിയുടെ ഒരു അപരനാമമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ദെൻ 1814 നെപ്പോളിയനെ ആദ്യ നാടുകടത്തിയ ദ്വീപ് ഏതാണ്? സെൻറ്റ് എൽബയാണ്. സെൻറ്റ് എൽബയിലേക്കാണ് ആദ്യ നാട് കടത്തിയത്. ഈ ദ്വീപിൽ വെച്ച് 1821 നെപ്പോളിയൻ എന്ത് ചെയ്യാണ്? മരണപ്പെടുകയാണ്. ഓക്കെ, നെപ്പോളിയൻ ജനിച്ച ദ്വീപ് ഏതാണ്? കോഴ്സിക ദ്വീപാണ്. ഏതാണ്? കോഴ്സിക ദ്വീപാണ്. ഓക്കെ, അപ്പോൾ നെപ്പോളിയൻ ആദ്യ നാട് കടത്തിയ ദ്വീപ് സെൻറ്റ് എൽബ. ഓക്കെ, അവർ മരണപ്പെടുന്നത് സെൻറ്റ് എൽബയിലല്ല, സെൻറ്റ് ഹെലന ദ്വീപിൽ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. സെൻറ്റ് ഹെലന 1821 ജനിക്കുന്നത് 1869. ഗാന്ധി ജനിച്ചതിൻ്റെ 100 വർഷം മുമ്പ് കോഴ്സിക എന്ന് പറയുന്ന ഐലൻഡിൽ വെച്ചാണ്. ഇനി കുറച്ച് വിശേഷണങ്ങൾ പറയാം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നതും നെപ്പോളിയനാണ്.
അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഞാൻ അതിലേക്ക് വരാം. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നതും മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നെപ്പോളിയനാണ്. ഞാനാണ് വിപ്ലവം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞതും ആരാണ്? നെപ്പോളിയനാണ്. ഈ ഫ്രാൻസിൻ്റെ ജസ്റ്റിനിയൻ ആരാണ്? ജസ്റ്റിനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമിലെ ഒരു ചക്രവർത്തിയാണ് ജസ്റ്റിനിയൻ, എന്നറിയപ്പെടുന്നതും ആരാണ്? നെപ്പോളിയൻ ആണ്. ഈ ഫ്രാൻസിൻ്റെ പൊതുകടം ഒഴിവാക്കാൻ വേണ്ടി നെപ്പോളിയൻ ആരംഭിച്ച പ്രത്യേക ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയും. ഏതാണ്? സിങ്കിങ് ഫണ്ട്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതും ആരാണ്? നെപ്പോളിയൻ ആണ്. 1800 നെപ്പോളിയൻ രൂപം കൊടുത്ത ഫ്രഞ്ച് ഗവൺമെൻറ് ആണ് കോൺസുലേറ്റ് എന്ന് പറയും. ഏതാണ്? കോൺസുലേറ്റ്. ഇത് ജസ്റ്റ് പഠിക്കാനുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ കേട്ട് നോട്ട് എഴുതി പോവാം കേട്ടോ. ദെൻ നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്ന സ്പാനിഷ് പുണ്ണ് നെപ്പോളിയനും സ്പെയിനുമായുമുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നതാണ് സ്പാനിഷ് പുണ്ണ് എന്നറിയപ്പെടുന്നത്. വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകരാണ്, അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകരാണ് റൂസോ, വോൾട്ടയർ, മൊണ്ടേസ്ക്യൂ. ആരാണ്? റൂസോ, വോൾട്ടയർ, മൊണ്ടേസ്ക്യൂ. ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് ആരാണ്? മൊണ്ടേസ്ക്യൂ ആണ്. ഈ മൊണ്ടേസ്ക്യൂയുടെ അഭിപ്രായത്തിൽ നിയന്ത്രിത രാജവാഴ്ചക്ക് പ്രാധാന്യം നൽകി, അഥവാ രാജവാഴ്ച ഉണ്ടായിക്കോട്ടെ, ഒരു നിയന്ത്രണ രാജവാഴ്ചക്ക് പ്രാധാന്യം നൽകിയതും മൊണ്ടേസ്ക്യൂ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടയർ ആണ്, പ്രവാചകൻ റൂസോ, ശിശു നെപ്പോളിയൻ. വോൾട്ടയർ എന്ന തൂലിക നാമത്തിൽ പ്രസിദ്ധനായ ഫ്രഞ്ച് ചിന്തകനാണ്, അഥവാ വോൾട്ടയറിൻ്റെ യഥാർത്ഥ പേര് ഫ്രാങ്കോയിസ് മേരി അറോട്ട് ആണ്. എന്താണ്? ഫ്രാങ്കോയിസ് മേരി അറോട്ട്. പുരോഹിതത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത തത്വചിന്തകനാണ് വോൾട്ടയർ. പുരോഹിതത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത തത്വചിന്തകനാണ് വോൾട്ടയർ. ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞതും ആരാണ്? വോൾട്ടയർ ആണ്. വോൾട്ടയറിൻ്റെ പ്രശസ്തമായ കൃതിയാണ് കാൻഡിഡ. സ്പെല്ലിംഗ് നോക്കണേ. കാൻഡിഡ എന്ന കൃതി രചിച്ചത്, നാടകം ഏതാണ്? ജോർജ് ബർണാഡ് ഷേയുടേതാണ്. അഥവാ കാൻഡിഡ എന്ന പ്രശസ്തമായ കൃതി വോൾട്ടയറുടേതാണ്. കാൻഡിഡ എന്ന നാടകം ആരാണ്? ജോർജ് ബർണാഡ് ഷേയുടേതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. സുവിശേഷം എന്നറിയപ്പെടുന്നത് റൂസോ രചിച്ച സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി. എമിലി ഡയലോഗ് കൺഫെഷൻസ് എന്ന കൃതി രചിച്ചതൊക്കെ ആര് തന്നെയാണ്? റൂസോയാണ്. എമിലി ഡയലോഗ് കൺഫെഷൻസ്. ഇതിൽ കൺഫെഷൻസ് ആണ് ആത്മകഥ, അതിൻ്റെ മലയാളം കുംഭസാരം എന്നാണ് പറയാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ രചിച്ച കൃതിയാണ് എമിലി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തെ എതിർത്തുകൊണ്ട് റിഫ്ലക്ഷൻ ഓൺ ദ റവല്യൂഷണറി ഫ്രാൻസ് എന്ന കൃതി രചിച്ചത് എഡ്മണ്ട് ബർക്കാണ്, ഇംഗ്ലീഷ് തത്വചിന്തകനായ എഡ്മണ്ട് ബർക്ക്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തെ ന്യായീകരിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന കൃതി രചിച്ചത് ആരാണ്? തോമസ് പെയിനാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ ന്യായീകരിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന കൃതി രചിച്ചത് ആരാണ്? തോമസ് പെയിനാണ്. ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന കൃതി രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന കൃതി രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. ഈ രണ്ട് സിറ്റികൾ ഏതൊക്കെയാണ്? ലണ്ടനും പാരീസുമാണ്. ഏതൊക്കെയാണ്? ലണ്ടനും പാരീസും. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം എന്ന പേരിൽ വൃക്ഷം നട്ട ഇന്ത്യയിലെ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാന നഗരിയായ ശ്രീരംഗപട്ടണത്തിലാണ് ഈ മരം നട്ടത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ഫ്രാൻസിലെ 2 ക്ലബ്ബുകളാണ് ജാക്കോബിൻ ജെറോണ്ടിസ്റ്റ്. ഈ ജാക്കോബിൻ ക്ലബ്ബിലാണ് ആര് അംഗമായിരുന്നത്? ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈഫൽ ടവർ കേട്ടോ. ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം പിടിക്കും. ഇങ്ങനെ പറഞ്ഞതാരാണ്? മെറ്റാർണിക് ആണ്. ആരാണ്? മെറ്റാർണിക്. ഇനി കുറച്ചൊരു വിശേഷണം പറയാം.
ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ, രണ്ടാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും സമുദ്രഗുപ്തൻ, മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി നാനാ സാഹിബ്, പേർഷ്യൻ നെപ്പോളിയൻ നാദിർ ഷാ, ഇറാൻ നെപ്പോളിയൻ മിഹിരകുലൻ, മധ്യ ഇന്ത്യയിലെ നെപ്പോളിയൻ ഹെമു, കേരള നെപ്പോളിയൻ പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, ദി ഏജ് ഓഫ് ലൂയി പതിനാറാമൻ ആരുടെ കൃതിയാണ്? വോൾട്ടയറുടെ കൃതിയാണ് ദ ഏജ് ഓഫ് ലൂയി പതിനാറാമൻ. കുംഭസാരങ്ങൾ ആരുടെ കൃതിയാണ്? ഓൾറെഡി പറഞ്ഞു, റൂസോയുടെ കൃതിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദി സോഷ്യൽ കോൺട്രാക്ട്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതും സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഈ മൊണ്ടോസ്ക്യോയുമായി ബന്ധപ്പെട്ട് അധികാര വിഭജനം എന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? മൊണ്ടേസ്ക്യോ ആണ്. അധികാര വിഭജനം എന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? മൊണ്ടേസ്ക്യോ ആണ്. ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണം. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണമെന്നും കാര്യനിർവഹണമെന്നും നീതിന്യായമെന്നും 3 വിഭാഗങ്ങളായി തിരിക്കണം എന്നൊക്കെ വാദിച്ചതാരാണ്? മൊണ്ടേസ്ക്യോ ആണ്. ഇനി വോൾട്ടയർ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് വോൾട്ടയർ. ഭരണഘടനാപരമായ രാജ്യവാഴ്ചയെ പിന്തുണച്ചതും ആര് തന്നെയാണ്? വോൾട്ടയർ ആണ്. മറ്റൊന്നാണ് ഫിസിയോക്രാറ്റുകൾ. ആരാണ് ഫിസിയോക്രാറ്റുകൾ എന്ന് ചോദിച്ചാൽ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച സാമ്പത്തിക വിദഗ്ധൻ. എന്താണ്? മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച സാമ്പത്തിക വിദഗ്ധനാണ് ആര്? ഫിസിയോക്രാറ്റുകൾ. ഏതൊരാളിനും സ്വത്ത് കൈവശം വെക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധന്മാരും അറിയപ്പെടുന്നത് ഫിസിയോക്രാറ്റുകളാണ്. ഏതൊരാളിന് സ്വത്ത് കൈവശം വെക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരാണ് ആര്? ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ദേശീയതയുടെ ആവിർഭാവം, യൂറോപ്യൻ ഫ്യൂഡൽ വ്യവസായത്തിൻ്റെ അന്ത്യത്തിന് വഴിയൊരുക്കി, രാജ്യമെന്നാൽ പ്രദേശമല്ല ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചതൊക്കെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല നോട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നോട്ട്സ് ആക്കിയിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഇത് എത്രത്തോളം പഠിച്ചെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു 50 മാർക്കിൻ്റെ ടോപ്പിക് എക്സാം ബുക്കിൽ നിന്നുള്ള നമ്മളൊരു 50 മാർക്കിൻ്റെ എക്സാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെലിഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ അത് എക്സാം അറ്റൻഡ് ചെയ്യുക. OMR ഷീറ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.